രാത്രി കൃത്യം 11:24 വീട്ടിൽ നിന്നും ഞങ്ങൾ കാറിൽ യാത്ര തുടങ്ങി. ലക്ഷ്യം ഒന്ന് മാത്രം, രാമേശ്വരം. എല്ലാവർക്കും ഉറക്കം പകുതിയായി. ഏട്ടിയും മരോട്ടിയും ചിട്ടുവും മാറി മാറി ഡ്രൈവ് ചെയ്തു. പിന്നിൽ ഞാനും വല്യമ്മയും. ഇടയ്ക്ക് കണ്ണു തുറക്കും, വീണ്ടും ഉറങ്ങും. അവർ നല്ല രീതിക്കാണ് വണ്ടി ഓടിക്കണമെന്ന് നമുക്ക് അറിയണമല്ലോ. ഇടയ്ക്ക് യാത്രയുടെ ക്ഷീണം കുറയ്ക്കാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്തി ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരുന്ന് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ്. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. ഒരു കടലിനെ പറ്റിച്ചുകൊണ്ട് പോവായിരുന്നു. അങ്ങനെ നമ്മൾ പാമ്പിൻ പാലത്തിലെത്തി. പാമ്പിൻ പാലം ഒരു രക്ഷയില്ല കേട്ടോ. അതിന് മുന്നേ വന്നിട്ടുണ്ട് രാമേശ്വരം. പക്ഷെ ചിട്ടും ഏട്ടി നമ്മളൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു. നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി ഡ്രസ്സ് മാറി നേരെ ബീച്ചിലോട്ട് പോയി. ബീച്ചിലേക്ക് പോയിട്ട് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു വല്യച്ചയുടെ അരുവട്ടയ്ക്ക്. അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കാന്ന് തോന്നിട്ടോ. കാരണം ഭയങ്കര ടയർഡായിരുന്നു. ഒരു മിനിറ്റ് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവർ ഡ്രൈവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറെ നല്ല നല്ല ശംഖുകളൊക്കെ കണ്ടു. നല്ല ശിവലിംഗം കണ്ടു കേട്ടോ. ചെറുത് കുഞ്ഞിത് നല്ല ഇഷ്ടമായിട്ട്. പക്ഷെ വാങ്ങിയൊന്നുമില്ല. അങ്ങനെ ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച ഫുഡൊന്നും കഴിച്ചില്ല. പോയിട്ട് തൊഴുതിട്ട് കഴിക്കാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ നമ്മള് കടലിലേക്ക് പോയി. ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് മുങ്ങണം വന്ന് ഞാനും ചുറ്റും കൂടെ ഒരുമിച്ച് മുങ്ങി. ഏട്ട ഒറ്റയ്ക്ക് മുങ്ങി, ഏടത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിൽ തൊഴുതു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ട് ധനുഷ്കോടിയിലോട്ട്. ധനുഷ്കോടിയിലേക്ക് പോയപ്പോ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ടയേർഡായിരുന്നു. ഫുഡ് നേരെ കഴിച്ചിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫിഷ് ഒക്കെ കഴിച്ചു കേട്ടോ. ഏട്ടയും ചുറ്റും കൂടെ ഫിഷ് കഴിച്ചു. ഞങ്ങൾ ഫിഷ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫിഷ് കഴിച്ചില്ല കേട്ടോ. പിന്നെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പോകുന്ന വഴിക്ക് അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ബീച്ചായിരുന്നു. ആൾക്കാർ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒന്ന് കയറി പിന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് വീട്ടിലേക്കും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാട്ടോ ചെയ്ത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.